ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് എഗ്ഗ് വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 6 കോഴിമുട്ട പുഴുങ്ങി ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. അതും ഉപ്പൊക്കെ ചേർത്തിട്ട് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് കൈകൊണ്ടോ ഫോർക്ക് വെച്ചിട്ടൊക്കെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തെടുക്കുക. ആദ്യം തന്നെ നമുക്ക് ഒരു പച്ചമുളക് നന്നായിട്ട് ചെറുതാക്കി കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കുക. അതൊന്ന് ചേർത്തെടുക്കുക. അതുപോലെ തന്നെ സവാള നന്നായിട്ട് തന്നെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തെടുക്കുക. ചെറുതാണെങ്കിൽ ഒന്ന് മതി, വലുതാണെങ്കിൽ അതിൻ്റെ ഹാഫ് മതിയാവും. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ട് ചെറുതാക്കി തന്നെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് തന്നെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുക. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. നിങ്ങൾക്ക് ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാഗി മസാല ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഇതുപോലെ ഒന്ന് പകുതി പീസാക്കിയിട്ട് മാറ്റിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പാത്രത്തിൽ വെച്ചിട്ട് അതിന് മേലേക്ക് കുറച്ച് മുളക് പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എല്ലാത്തിൻ്റെയും മേലേക്ക് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെറിയ ജീരകത്തിൻ്റെ പൗഡറും കൂടെ ജസ്റ്റ് ഒന്ന് ഇതിന് മേലേക്കൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സിൽ നിന്ന് ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് കനം കുറഞ്ഞ രീതിയിലൊന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് ഒരു കഷ്ണം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടേൻ്റെ ഒരു പീസ് ഇതുപോലെ വെച്ചുകൊടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കിയിട്ട് ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഇതിന് തികയാത്ത ഭാഗമൊക്കെ ഇതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു കൂട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാതും ഇതുപോലെ തന്നെ ആദ്യം ഒന്ന് ഷേപ്പാക്കി എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെല്ലാ സ്നാക്കും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 ടേബിൾ സ്പൂണോളം മൈദയിൽ കുറച്ച് വെള്ളം കൂടി കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് കലക്കി വെച്ചതാണ്. ഇതൊന്ന് ഈ ഒരു മാവിലിട്ടിട്ട് നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് അതിൽ നിന്നൊരു ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ ചേർത്തിട്ട് അതിലും നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ മൈദമാവിൽ മുക്കിയിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിത് ഒരു ഭാഗം ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളറായി വന്നാൽ മറ്റേ സൈഡൊക്കെ തിരിച്ചിട്ടിട്ട് ആ ഒരു ഭാഗവും നമുക്കിതുപോലെ ഒന്ന് കളറായി വരുന്നത് വരെ നമുക്കിത് പൊരിച്ചെടുക്കാം.
അപ്പോൾ ഇതാ ഒരു ഭാഗം നമ്മൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മറ്റേ സൈഡ് അതിന് ശേഷം കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഉള്ളിൽ എഗ്ഗും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയൊക്കെ വെച്ചിട്ടുള്ള ചീസൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.